ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു ഡേ മൈ ലൈഫ് കണ്ടാലോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പപ്പടവും പഴവും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വെപ്രാളങ്ങളാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ എന്തോരം അതൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്കൻവാടി വരെ പോകണമായിരുന്നു. അങ്ങനെ ഒരുങ്ങിയൊന്നും വേണ്ട, ഇങ്ങനെ പോയിട്ട് വരാം. ചെരുപ്പെടുത്തിട്ട് ചെരുപ്പിട്ടാ പോവാം. എവിടെയാ പോന്നേ? എന്തിനാ പോന്നേ? പൊടി അടിക്കാൻ. സഞ്ചി പൊടി. അങ്ങനെ ഞങ്ങൾ അങ്കൻവാടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്കൻവാടി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ഇങ്ങോട്ട് പോയാൽ മതിയായിരുന്നേ. അങ്ങനെ മുബീനയും സെയ്യും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്തുമായാലും അങ്കൻവാടി എത്തിയിട്ടുണ്ടായിരുന്നു. പിള്ളേരൊന്നും ഇല്ലായിരുന്നു, അവർക്ക് ഒരാഴ്ചത്തേക്ക് അവധിയാട്ടോ. അങ്ങനെ അവിടെ പണിയൊക്കെ നടക്കുമായിരുന്നു, ഇൻ്റർലോക്കിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നേ. അങ്ങനെ ടീച്ചർ എന്തായാലും ഉണ്ടായിരുന്നു. പൊടിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി വന്നു കേട്ടോ, വീട്ടിൽ വന്ന്. അപ്പോഴത്തേന് ഇത്തായി ഉമ്മായൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഉഴുന്നോടെയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇട്ടൊക്കെ നമ്മളിങ്ങനെ കുറച്ച് നേരം കളിക്കുക എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഉമ്മ പറഞ്ഞ് മാങ്ങ പറിക്കാമെന്ന്. അങ്ങനെ മാങ്ങയും പിച്ചി പിന്നെ തേങ്ങയും കൂടി അടത്താമെന്ന് കരുതി. അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു തോട്ടയൊക്കെ എടുത്ത് തേങ്ങയൊക്കെ അടത്തിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ കുറച്ച് ബഹളങ്ങളൊക്കെ ആയിട്ടോ ഈ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചക്കയും വെട്ടി പറിക്കുമായിരുന്നു. ചക്ക തിന്നുകയാണ് ഗൈസ്. ചക്ക വേണോ? ചക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പച്ചയ്ക്ക് തന്നെ തിന്നാൻ നല്ലതായിരുന്നു. അങ്ങനെ ഉമ്മ വെട്ടിപ്പറിച്ച് തരുന്നു, ഞാനും ഇത്തായും കൂടെ അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നേ. ഫിസ് വന്ന് അതിൻ്റെ ഇടയ്ക്ക് എണ്ണ മൊത്തവും ഒരു കപ്പിൽ ചരിച്ചങ്ങ് ഒഴിച്ചോളാം. ഇവിടെ ആരെങ്കിലും തലമുടി തേക്കുവോ? എന്തോ വെളിച്ചെണ്ണയിൽ കുളിക്കാന്ന് നമുക്ക്. എന്തോ ചെയ്ത് പെരത്തെല്ലാം എണ്ണ തേക്കുന്നേ? അങ്ങനെ ഇത്താക്കൊട്ടും വയ്യാത്തതുകൊണ്ട് പിന്നെ രാത്രി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫിസ് വന്നിട്ട് നോക്കുമോ ഇത്ത ഇറങ്ങിയപ്പോഴത്തേന് എവിടെ ഇഞ്ചക്ഷൻ വെച്ചെന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റൊക്കെ നമ്മൾ ഇച്ചിരി നേരം TV ഒക്കെ കണ്ട് ഇരുന്ന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.